കൊച്ചിയിൽ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി എത്തുന്നവർ വാടക വീടുകളെയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. വാടക വീടുകളും ഫ്ളാറ്റുകളും ഒക്കെ ആവശ്യത്തിനുണ്ടെങ്കിലും പല പ്രശ്നങ്ങളും കൊണ്ട് ബാച്ചിലേഴ്സിന് അത് കിട്ടാക്കനിയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് യുവ സംരംഭകർ. അവരുടെ വിജയകഥയിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത്. ഒന്നും പറയണ്ട, ഞാൻ 2 ദിവസമായിട്ട് ഒരു വീട് തപ്പി നടക്കുക കൊച്ചിയിലെ. എല്ലായിടത്തും വീടൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസിലും OLX-ലും ബ്രോക്കർമാരുടെ കയ്യിൽ എല്ലാ സാധനമുണ്ട്. പക്ഷേ ചോദിക്കുമ്പോൾ ബാച്ചിലേഴ്സിന് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. കടവന്ത്രയിൽ അവിടെ ഇത് തന്നെ അവസ്ഥ. ബാച്ചിലേഴ്സിന് റൂം കിട്ടാനില്ല. തപ്പിക്കൊണ്ടിരിക്കുക. പോയിട്ടുവരാം. ബിലാൽക്കാ പറഞ്ഞോ. ഹലോ, പറഞ്ഞേക്കാം. മോനെ, ഇന്നലെ പറഞ്ഞ കാര്യമേ അത് അവര് സമ്മതിക്കുന്നില്ലാട്ടോ. അയ്യോ, അവര് ബാച്ചിലേഴ്സിന് റൂം കൊടുക്കില്ലാന്നാ പറയുന്നത്. ഓ, ഞാൻ വേറെ 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയാവുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ഒന്ന് പെട്ടെന്ന് നോക്കണേ, വേറെ മാർഗമൊന്നുമില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും ഞാൻ അറിയിക്കും. ഓക്കെ. കൊച്ചിയിലെ ബാച്ചിലേഴ്സ് എല്ലാം നേരിടുന്ന വലിയൊരു പ്രശ്നമാണിത്. ഒരു അപ്പാർട്ട്മെന്റോ വീടോ ഒക്കെ വാടകയ്ക്ക് എടുക്കണമെങ്കിൽ പെടാപ്പാട് വിടണം. കൊച്ചിയിലെ ആ ബാച്ചിലേഴ്സിന്റെ പെടാപ്പാടിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ട് ഓടിയെത്തുന്നത്. സന്തോഷം. ഈസി ബ്രോക്കറോ? അശ്വിനേടാ, നീ വീട് തപ്പി നടക്കലായിരുന്നാ? എടാ, ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടേ, അത് കയറി നോക്കി കേട്ടാ. നീ നമ്മളൊരു കൂട്ടുകാരൻ്റെ കേട്ടാ. OLX കിട്ടാത്തതാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. കൂണുപോലെ ഫ്ളാറ്റുകൾ മുളച്ചു പൊന്തുന്ന കൊച്ചി, വാടക വീടുകൾ സുലഭമായി കിട്ടുന്ന മെട്രോ നഗരം. പക്ഷേ ബാച്ചിലേഴ്സ് എന്ന് കേട്ടാൽ വീട് വാടകയ്ക്ക് തരാൻ ഉടമകളൊന്നും മടിക്കും. ബാച്ചിലേഴ്സിനോട് അയിത്തം കൽപ്പിച്ച കൊച്ചിയിലെ പ്രോപ്പർട്ടി റെന്റൽ മേഖലയിലേക്കാണ് 2 യുവാക്കളുടെ രംഗപ്രവേശം. കൊച്ചിയിലെത്തുന്ന ബാച്ചിലേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ട ഇരുവരും ചേർന്ന ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു. ഈസി ബ്രോക്കർ റോഷൻ. ബാച്ചിലേഴ്സിന് വാടക വീട് തിരയാൻ വേണ്ടി മാത്രം ഒരിടം. ഈസി ബ്രോക്കർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ള രീതിയിലാണ് കൊച്ചിയിലോട്ട് വന്നത്. ആ ഒരു സമയത്ത് സെയിൽസ് പഠിക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നോർമലി ബ്രോക്കേഴ്സിന് വരുന്ന എൻക്വയറി പോലെ തന്നെ എനിക്കും കുറേ എൻക്വയറീസ് വന്നു. അപ്പോൾ എനിക്ക് വന്ന എൻക്വയറി കുറേ പേര് ബാച്ചിലേഴ്സ് ആയിരുന്നു. പിന്നെ ഈ കോൾസ് കൂടിയ സമയത്ത് ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവർ പറയണത് ബാച്ചിലേഴ്സിന് കൊച്ചിയിൽ ഭയങ്കര പ്രശ്നമാണ്, ഓണേഴ്സ് കൊടുക്കുന്നില്ല. ബാച്ചിലേഴ്സ് എന്നുള്ളൊരു സെഗ്മെൻറ്റിന് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു ചലഞ്ചിൻ്റെ പേര് റെൻറ്റ് ഫോർ ബാച്ചിലേഴ്സ് ചലഞ്ച്. അതിൽ ഞാൻ ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ 24 വീക്ക് കൊണ്ട് 24 ബാച്ചിലേഴ്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് കൊടുക്കുന്നുള്ളൊരു ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഓരോ ദിവസം ഞാൻ ചെയ്യണ ഓരോ ആക്ടിവിറ്റീസ് എന്ത് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് ഇട്ട് തുടങ്ങി. ആ ഒരു സമയത്ത് എനിക്ക് നല്ല റീച്ചും കാര്യങ്ങളും വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻക്വയറീസും അതിനോടൊപ്പം കൂടി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. ഞാൻ ആ ഒരു ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് പിന്നെ എൻക്വയറി കൂടി ഏകദേശം ഒരു ദിവസം മാത്രം 100-ലധികം എൻക്വയറീസ് കോൾസിലൂടെ വരാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഞാൻ ആലോചിച്ചത്. കൊച്ചിയിൽ ബാച്ചിലേഴ്സിന് മാത്രം പ്രോപ്പർട്ടി റെന്റിന് എടുക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം. ബ്രോക്കർമാർ എന്ന് വിളിച്ച് കളിയാക്കിയവരുണ്ട്. പക്ഷേ ഈ യുവ സംരംഭകർ തളർന്നില്ല. ഈസി ബ്രോക്കറിനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് ആക്കി മാറ്റണമെന്നോ അങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. ശരിക്കും എൻ്റെ ആലിമിൻ്റെയും ഒരു കോമൺ ഗോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ഓൺട്രപ്രണർ ആവണം എന്നായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുപേരും കോമൺലി അലൈൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ ഈ ബാച്ചിലർ സെഗ്മെൻറ്റിൽ അനുഭവിക്കുന്ന ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിൽ റെൻ്റൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചിയിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഞാനൊരു BTech മറൈൻ എഞ്ചിനീയറാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട. പക്ഷേ എനിക്ക് വേണ്ടത്, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, നല്ലൊരു ഓൺട്രപ്രണർ ആവണം, എന്തെങ്കിലും
ഒരു വാല്യൂ കൊടുക്കണം ലോകത്തിലേക്ക്, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം തുടക്ക സമയത്ത് ഞാൻ ഓണേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ബ്രോക്കർ എന്നുള്ള രീതിയിൽ കുറേ പേര് എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. റെൻറ്റിന് കൊടുക്കാൻ ഓണേഴ്സിന് ധൈര്യം കൊടുത്തൊരു നിയമമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടി റെൻറ്റ് എടുക്കുന്ന സമയത്ത് കുറേ ബാച്ചിലേഴ്സ് എന്ത് ചെയ്യുമെന്ന് അറിയോ, റെൻ്റൽ എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാതെ, റെൻ്റൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാതെ താമസിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ലീഗലായിട്ട് ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല, ഓണറിനായാലും ബാച്ചിലേഴ്സിനായാലും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് ഓണേഴ്സിനെയും ബാച്ചിലേഴ്സിനെയും പറഞ്ഞ് മനസ്സിലാക്കും. പ്രതിദിനം നൂറുകണക്കിന് ആവശ്യക്കാരാണ് വെബ്സൈറ്റ് വഴിയും അല്ലാതെയും ഇവരെ സമീപിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും 10,000-കണക്കിന് ഫോളോവേഴ്സും ഈസി ബ്രോക്കർ റോഷനുണ്ട്. റോഷൻ ഇന്ന് കേവലം ഒരു ബ്രോക്കറല്ല, കൊച്ചിയിലെ അനേകായിരം പേർക്ക് ആശ്വാസമാകുന്ന ഒരു ഇടം കൂടിയാണ്. സന്തോഷ് ശേഖർക്കൊപ്പം കൊച്ചിയിൽ നസ്വിൻ പാലാഴി, 24. അപ്പോൾ ഏതായാലും ഒരു ഗംഭീര ഐഡിയ ആണ്, നല്ല ഇനിഷ്യേറ്റീവാണ്. ഒരുപാട് ബാച്ചിലേഴ്സിൻ്റെ സങ്കടം തീരട്ടെ അങ്ങനെ. അപ്പോൾ ഏതായാലും അവരുടെ സംരംഭവും അങ്ങനെ ക്ലച്ച് പിടിക്കട്ടെ.